ലഹരി മാഫിയയെ പൂട്ടാൻ സർവ്വസന്നാഹവും ഒരുക്കി പോലീസ്. തിരുവനന്തപുരത്തെ തീരദേശത്ത് റെയ്ഡ്. കോഴിക്കോട് MDMA പിടിച്ചു. കൊച്ചിയിലും പരിശോധന വ്യാപകം. ലഹരി ഇടപാട് വിവരം അറിയിക്കാൻ വാട്സാപ്പ് നമ്പർ. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. നിയമസഭയിൽ കൊമ്പുകോർത്ത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും. മറ്റിടങ്ങളിലെ ആശമാരുടെ ശമ്പളം എണ്ണി പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളമാണ് കൂടുതൽ വേതനം നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രതിരോധം. പ്രതിപക്ഷം വാക്കൌട്ട് പ്രഖ്യാപിക്കും മുൻപ് മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. താമരശ്ശേരി ചുരത്തിന് ബദലായി വയനാട്ടിലേക്ക് തുരങ്കപാതയ്ക്ക് അനുമതി നൽകി പരിസ്ഥിതി ആഘാത സമിതി. 25 വ്യവസ്ഥകൾ പാലിക്കണം. നിർമ്മാണം കർശന മുൻകരുതലുകളോടെ വേണമെന്നും സമിതി. പദ്ധതിക്കെതിരെ പരിസ്ഥിതിവാദികൾ കപട പ്രചാരണം നടത്തിയെന്ന് ലിൻഡോ ജോൺ MLA. ഷഹബാസിനെ തല്ലിക്കൊന്ന സംഘത്തിലെ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. മുൻപ് പിടിയിലായ ഒരാൾ ഷഹബാസിന്റെ സുഹൃത്ത്. തല്ലിക്കൊല്ലാൻ മറ്റാരെങ്കിലും പ്രേരണ നൽകിയോ എന്നും പോലീസിന്റെ അന്വേഷണം. തീരുവ യുദ്ധത്തിൽ അമേരിക്കയും ചൈനയും നേർക്കുനേർ. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ ട്രംപ് 10% കൂട്ടി. അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ചൈന. കനേഡിയൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള 25% തീരുവ പ്രാബല്യത്തിൽ. ലോകകപ്പ് ഫൈനലിലെ കണക്ക് തീർക്കാൻ ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് ദുബായിൽ. സംസ്ഥാനത്തെ ലഹരി സംഘങ്ങൾക്കായി വ്യാപക പരിശോധന തുടരുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തു. കോഴിക്കോട് 89 ഗ്രാം MDMAയുമായി കുണ്ടായിത്തോട് സ്വദേശി അജിത്തിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ 2 മാസത്തിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തത് നിഷ്ഠൂരമായ 63 കൊലപാതകങ്ങൾ. ഇതിൽ 30-ലേറെ കൊലപാതക കേസുകളിൽ വില്ലനായത് രാസലഹരിയും. ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യാപക പരിശോധനകൾ ഊർജിതമാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ ഇടപെടൽ. ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ ഡീഹൺ. സെയിന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നഗരത്തിൽ രാവിലെ നടത്തിയ റെയ്ഡിലാണ് MDMA പിടികൂടിയത്. 89 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചപ്പോഴാണ് MDMA പുതിയ സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. അജിത്ത് എന്ന 22-കാരനാണ് അറസ്റ്റിലായത്. വിദേശത്ത് നിന്ന് കൊറിയർ വഴി മയക്കുമരുന്ന് എത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ പരിശോധന തുടരുകയാണ്. ജർമ്മനിയിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച കോഴിക്കോട് സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ഹൈബ്രിഡ് കഞ്ചാവിന്റെയും ഹാഷിഷ് ഓയിലിന്റെയും ഒഴുക്ക് തടയാൻ നെടുമ്പാശ്ശേരിയിൽ പരിശോധന ശക്തമാണ്. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുന്നുണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 2762 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി 2854 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 17266 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ലഹരി സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങിവെച്ചിട്ടുള്ള പരിശോധനകൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അല്ലായെങ്കിൽ ഒരു തലമുറ മുഴുവനായും ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ജാനി പോൾ, ന്യൂസ് 18. ആശാവർക്കർമാർക്ക് കൂടുതൽ വേതനം കൊടുക്കുന്നത് ആരാണ്? കേരളമാണെന്ന് ആരോഗ്യമന്ത്രിയും സിക്കിമാണെന്ന് പ്രതിപക്ഷ നേതാവും ഇന്ന് നിയമസഭയിൽ തർക്കിച്ചു. ആശാവർക്കർമാരുടേതടക്കം മിനിമം വേതനം ദിവസവും 700 രൂപയാക്കുമെന്ന പ്രകടന പത്രികയിലെ പ്രഖ്യാപനം എന്തായി എന്ന് പ്രതിപക്ഷം ചോദിച്ചു. വേതനം കൂട്ടണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി പ്രതികരിച്ചു. ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് സംശയമില്ല. കണക്കുകൾ നിരത്തിയാണ് വീണ ജോർജ് സഭയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികളായും തൊഴിലുറപ്പ് തൊഴിലാളികളായും ഒക്കെ ആശമാർ ജോലി ചെയ്യുന്നുണ്ട്. വേതനം മാത്രമല്ല, സാമൂഹികമായും
ആശമാരെ കേരളം ചേർത്തുപിടിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി. പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750. സിക്കിമിൽ 10,000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം. പശ്ചിമബംഗാൾ കേരളത്തെക്കാളും ആനുകൂല്യങ്ങൾ ആശമാർക്ക് നൽകുന്നുമുണ്ട്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന് തിരിച്ചടി. പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് 6000 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സർ. അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സിക്കിമിലെ നാഷണൽ ഹെൽത്ത് മിഷൻ കോഓർഡിനേറ്ററുമായി സർക്കാർ സംസാരിച്ചെന്നും 6,000 രൂപ മാത്രമാണ് അവിടെ വേതനമെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. 700 രൂപ മിനിമം വേതനം നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ സർക്കാർ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ആരോഗ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സർ. അറിയാം സർ. 1000 രൂപയിൽ നിന്ന് 1,800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7,000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. കേന്ദ്രം കുടിശ്ശികയിനത്തിൽ നൽകാനുള്ള 98 കോടി രൂപ ആശമാർക്കുള്ളതാണെന്ന ആരോഗ്യമന്ത്രിയുടെ വാദത്തെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHMന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സർ. NHMന്റെ കൊടുക്കാനുള്ള ഫണ്ട് 913 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 815 കോടി രൂപ കൊടുത്തു. ഏത് ഈ ജനുവരി 25 ആയപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ. ഇനി എന്ത് 1.5 മാസം 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി 100 കോടി രൂപ കൊടുക്കാനുള്ളൂ. ആ 97 കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം NHMന്റെയാണ്, അല്ലാതെ ഇൻസെന്റീവ് അല്ല. കൂടുതൽ വേതനം നൽകുന്നത് ആരെന്ന കാര്യത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ ആശമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ഇരുകൂട്ടരും ഒരുപോലെ പറയുന്നു. അത് എന്നുണ്ടാകുമെന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം. അന്നേ തീരൂ സമരമെന്ന് ആശമാരും പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സമയത്തെ ചൊല്ലി നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്പോര്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗത്തിനിടെയാണ് സ്പീക്കർ എൻ ഷംസീറുമായി തർക്കമുണ്ടായത്. പ്രസംഗം 11 മിനിറ്റായെന്നും സമയത്തിനുള്ളിൽ സംസാരിക്കണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കേണ്ട എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം. അതോടെ അവസാനിച്ചു അവിടെ വിഷയം. യെസ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വഴി പോകും. യെസ്. ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്. ഓർഡർ. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ കാൻസലൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി ശ്രീ ആൻസലൻ. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, അങ്ങനെ പലതും മുമ്പുണ്ടാവും. ഒന്നും പറ്റില്ല. അങ്ങനെ പലതും മുമ്പിലുണ്ടാവും. പണിയെടുക്കുന്ന ഏകദേശം 50 ലക്ഷത്തോളം ആളുകളുടെ ജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. മാത്യു കുഴൽനാടനും സ്പീക്കറും തമ്മിലും വാക്പോരുണ്ടായി. 45 സെക്കൻഡിൽ ചോദ്യം തീർക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. ചോദ്യം മുഴുവൻ ചോദിക്കാനുള്ള സമയം വേണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. ചോദ്യം ചോദിക്കാമെന്നും പ്രസ്താവന അനുവദിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ ഒന്ന് പറയുകയാണ് വി ആർ അബവ് ഓൾ സ്റ്റേറ്റ്സ്. എങ്ങനെ ഒന്നല്ലേ താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് എന്റെ തെറ്റാണ് ഇത്? എന്താന്ന് നിങ്ങളൊന്ന് കാര്യം പറയാൻ പറ്റില്ല. സമയം അനുവദിക്കാൻ പറ്റൂ. സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. 30 സെക്കൻഡാ? 30 സെക്കൻഡിനുള്ളിൽ പറയണം. അത്രേ പറ്റൂ. ചോദ്യം ചോദിക്കട്ടെ. 45 സെക്കൻഡ് അനുവദിക്കുന്നുണ്ട്. നിങ്ങളത് പ്രസംഗമല്ല, ഡിമാൻഡ് പറഞ്ഞോന്ന്. ഞാൻ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം 23-ാം ദിവസവും തുടരുകയാണ്. ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളിലും നടപടി ഉണ്ടാകുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന നിലപാടിലാണ് ആശമാർ. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇൻസെന്റീവ് കൂട്ടണമെന്ന ആശാ വർക്കർമാരുടെ ആവശ്യത്തിനൊപ്പമാണ് BJP എന്നും അനാവശ്യമായി ഒരു പൈസ പോലും കേന്ദ്രം പിടിച്ചുവെക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വൈകിയാൽ കാരണം മോദി, ശരിയായി കിട്ടിയാൽ അതിനെ നേരായി കിട്ടിയാൽ പിണറായി വിജയൻ. ആ കള്ളക്കച്ചവടം ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ആശാ വർക്കർമാരും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അവർക്കറിയാം എന്താണ് സത്യം. കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണബായി തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല. 1 രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ കേരള കോൺഗ്രസ് നേതാക്കൾ അരിയും പയറും വിതരണം ചെയ്തു. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ്. ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരെ അപമാനിച്ച CITUവിനെ തള്ളി EP ജയരാജൻ. സമരങ്ങളോട് നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുന്നതാണ് നല്ലതെന്ന് EP ജയരാജൻ പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ വലതുപക്ഷ തീവ്രവാദ ശക്തികളാണെന്നും EP പറഞ്ഞു. നടക്കുന്നത് കലാപാഹ്വാനമാണെന്നും ജയരാജൻ. ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ലത്. ഞാൻ 13,500 രൂപ പ്രതിമാസം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആശാ വർക്കർമാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും ചുരുക്കം ആളുകൾക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്താതിരിക്കാനും അവരെ കുറച്ച് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് സമരത്തിലേക്ക് നയിക്കാനും രാഷ്ട്രീയമായി ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തുന്ന വലതുപക്ഷ ശക്തികൾ, അതിൽ തന്നെയുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കലാപത്തിന് പോലും ആഹ്വാനം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു സമരമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി. കേസിൽ നേരത്തെ പിടിയിലായ വിദ്യാർത്ഥികളിൽ ഒരാൾ ഷഹബാസിന്റെ സുഹൃത്താണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണം ആസൂത്രണം ചെയ്യാൻ കുട്ടികൾ അയച്ച സന്ദേശങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. തുടർന്ന് സംഭവത്തിന് സാക്ഷിയായവർ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തത്. കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നഞ്ചക്ക ആക്രമണത്തിന് ഉപയോഗിച്ച സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക കണ്ടെടുത്തത്. മകന്റെ കയ്യിൽ പിതാവാണോ ആയുധം കൊടുത്തുവിട്ടത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കും. മുതിർന്നവരുടെ പ്രേരണയാലാണോ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെയും പ്രതി ചേർക്കും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇതിനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 6ാമത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയുടെ തുടർ പരീക്ഷകൾ എങ്ങനെ വേണമെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കും. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കായി ജുവനൈൽ ഹോമിൽ പ്രത്യേകം പരീക്ഷാ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയല്ലെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കുട്ടികളുടെ മനോനില ഇത്തരത്തിലായതിന് കാരണം എന്താണെന്ന് കൗൺസിലർമാരുടെ സഹായത്തോടുകൂടി പോലീസ് പരിശോധിക്കും. ന്യൂസ് 18 കോഴിക്കോട്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ ജീവൻ പോയിട്ടും സംസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് അയവില്ല. എറണാകുളം പറവൂരിലും മലപ്പുറം കൊണ്ടോട്ടിയിലും തിരുവനന്തപുരം കാട്ടാക്കടയിലും വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പറവൂരിൽ നഞ്ചക്ക് കൊണ്ടായിരുന്നു ആക്രമണം. വടക്കൻ പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണിത്. 2 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ആക്രമണം. നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സമാന രീതിയിൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി ഷഹബാസ് മരണപ്പെട്ടതിന് നടുക്കം മാറിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് വീണ്ടും നഞ്ചക്ക് ഉപയോഗിച്ചുള്ള വിദ്യാർത്ഥികളുടെ അതിക്രമം. യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതായും വടക്കൻ പറവൂർ പോലീസ് അറിയിച്ചു. കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ മാസം 20-നുണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണിത്. ട്യൂഷന് പോയ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. കോട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്.
പിന്നീട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. സുഹൃത്തുക്കളിൽ നിന്നും അകന്നുമാറിയതാണ് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവിനെ മർദ്ദിക്കാൻ കാരണം. മുഖത്തിനും തലയ്ക്കും കവിളത്തും മർദ്ദനമേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. ടർഫിൽ കളി കാണാൻ പോയ വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 23-നാണ് സംഭവം. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ടർഫിലാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇതേ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് തള്ളിയിട്ടതായും പരാതിയുണ്ട്. വീഴ്ചയിൽ വലത് കാലൊടിഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ ജ്യേഷ്ഠനെ സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമെന്നാണ് സൂചന. വയറ്റിൽ കത്തി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9ത്തെ 10ത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്ന കണ്ടിട്ട് ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി പിന്നെ ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, പിന്നെ നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാനും തല്ലിനില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, പിന്നെ എന്നെന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകുന്ന് തലക്കടിച്ചു, പിന്നെ പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെട്ടിട്ട് അവർ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗാന്ന് ഉണ്ടായത്. എല്ല് പൊട്ടിയിട്ടുണ്ട്, 2 എല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കാലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിദ്യാർത്ഥി ചികിത്സയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും. 2 അംഗ ബെഞ്ചാണ് ഉണ്ടാവുക. പുതിയ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് നാളെയാണ്. സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. നിയമസേവന അതോറിറ്റി നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് തീരുമാനം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള അനുമതി നൽകിയിരുന്നു. 2022 ബാച്ച് വിദ്യാർത്ഥികൾക്ക് 2023 വിദ്യാർത്ഥികൾക്കൊപ്പം ഇനി മുതൽ ക്ലാസ്സിൽ കയറാം. സിദ്ധാർത്ഥൻ കേസിൽ പ്രതികൾക്ക് തുടർ പഠനത്തിന് അനുമതി നൽകുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ശിക്ഷാ നടപടികൾക്ക് വിധേയരായ 2 വിദ്യാർത്ഥികൾക്ക് പുനഃപ്രവേശനം നൽകിയത്. ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ കോഴിക്കോട് NITയിലെ വിദഗ്ധർ അന്വേഷിക്കണമെന്ന ആവശ്യം. ജില്ലാ ഭരണകൂടമാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ടൺ കണക്കിന് ഭാരമുള്ള ഗർഡറുകൾ ഉറപ്പിച്ചതിൽ അപാകത ഉണ്ടായെന്ന വിലയിരുത്തലുമുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിരുന്ന 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകളാണ് നിമിഷ നേരം കൊണ്ട് തകർന്നു വീണത്. തിരക്കേറിയിടത്ത് ആ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗർഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട്. പാലവുമായും തൊട്ടുമുന്നിലെ നിർമ്മാണം പൂർത്തിയായ ഗർഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ. തകർന്ന നിർമ്മാണത്തിൽ ക്രോസ് ബ്രേസിംഗ് ഇല്ല എന്നത് അപകട കാരണമായെന്നാണ് പ്രധാന വിലയിരുത്തൽ. ഇത്തരത്തിൽ വലിച്ചുറപ്പിക്കാതായതോടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഗർഡർ മറിഞ്ഞതോടെ ഒന്നിനു പിറകെ ഒന്നായി വീണു. നിർമ്മാണ ഭാഗത്ത് കർവ് വരുന്ന ഇടത്താണ് അപകടമുണ്ടായത്. ഗർഡറുകൾക്കുള്ളിലെ ടെൻഷൻ കേബിളിൽ 450 ടൺ വരെ ഭാരവും പ്രഷറും നൽകി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പില്ലറുകൾക്ക് മേൽ സ്ഥാപിക്കുന്നത്. ബലപരിശോധന യഥാവിധം പൂർത്തിയാക്കിയിരുന്നില്ല എന്നതുൾപ്പെടെ ആരോപണമുയരുന്നുണ്ട്. വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലമെടുപ്പ് നടന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ഗർഡർ വന്നപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സ്ഥലം കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്.
നമ്മളുടെ ആരുടെയോ ഭാഗ്യത്തിനാണ് കുട്ടികളൊന്നും ആ സമയത്ത് കളിക്കാതിരുന്നതും ഇങ്ങനൊരു ആളപായം ഉണ്ടാകാതിരുന്നത്. പക്ഷേ നമ്മൾക്കിതിന്റെ നിർമ്മാണം കാണുമ്പോൾ അറിയാം, നിർമ്മാണത്തിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്, ഇതിൽ അഴിമതിയുണ്ട്. തകർന്നു വീണ ഗദ്ദറിൽ നിന്ന് പുറത്തേക്ക് തള്ളിവന്ന കമ്പികളുടെ വലിപ്പവും ചിതറിത്തെറിച്ച കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിൽ സിമന്റിന്റെ കുറവുമൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിട്ടുണ്ട്. പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾക്കും പില്ലറുകളുടെ നമ്പരുമായി ബന്ധപ്പെടുത്തിയാണ് നമ്പർ ഇടുന്നത്. അപകട സ്ഥലമായ 17, 18 നമ്പറിലുള്ള പില്ലറുകൾക്ക് മീതെയുള്ള ഗർഡറുകളിൽ കാണപ്പെടുന്ന പില്ലർ നമ്പർ 21, 22 എന്നാണ്. 21, 22 പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ വളവുള്ള ഭാഗത്ത് സ്ഥാനം മാറ്റി സ്ഥാപിച്ചതും അപാകതയായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയാണ് വ്യവസ്ഥകളോടെ അനുമതി നൽകിയത്. പദ്ധതിക്കെതിരെ കപട പരിസ്ഥിതിവാദികളുടെ നിരന്തര പ്രചാരണമുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് അനുമതി കിട്ടിയതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുതിരാൻ കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട ടണൽ ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ടണലായി മാറാൻ വേണ്ടി പോകുന്ന ടണലാണ്. ഏകദേശം 8.125 കിലോമീറ്റർ ദൂരമാണ്. 8 കിലോമീറ്ററും 100 മീറ്ററിലധികം വരുന്ന ദൂരത്തിലാണ് ഈ ടണൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂന്നാമത്തെ വലിപ്പം കൂടിയ ടണൽ എന്ന നിലയിലൊക്കെ ഒരുപാട് പ്രശസ്തി ടണലിന് വരാനുണ്ട്. ടൂറിസം മേഖല വലിയ രൂപത്തിൽ ഉണരാനുള്ള സാധ്യതയുണ്ട്. പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഞങ്ങളത് സ്റ്റഡി ചെയ്യാണ്, ഞങ്ങളത് പഠിക്കുകയാണ്. ഒന്ന്, ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും. കർണാടക നിയമസഭയിൽ എംഎൽഎമാർക്ക് വിശ്രമിക്കാൻ റിക്ലൈനർ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച നടപടി വിവാദത്തിലായി. സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് ബിജെപി രംഗത്തെത്തി. ഉച്ചയൂണിന് ശേഷം വിശ്രമിക്കാൻ 2 മസാജ് കസേരകൾ ഉൾപ്പെടെ 15 റിക്ലൈനറുകളാണ് സ്ഥാപിച്ചത്. 3 കോടി രൂപയാണ് ഇതിന് ചെലവ്. എന്നാൽ റിക്ലൈനർ ആർഭാടമല്ലെന്നും അത്യാവശ്യമാണെന്നുമായിരുന്നു വിമർശനങ്ങൾക്കുള്ള സ്പീക്കർ UT ഖാദറിന്റെ പ്രതികരണം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ തുടരുന്നു. ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും ജയിലിലേക്ക് മാറ്റുക. എലിവിഷം കഴിച്ചതിനുള്ള ചികിത്സ നൽകിയതിനൊപ്പം പ്രതിയുടെ മാനസിക നിലയും വിലയിരുത്തുന്നുണ്ട്. അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയതിന് നേരത്തെ മറ്റൊരു കേസിലും അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. 2 കൊലപാതകങ്ങളിലും ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഗുരുതര ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൊലപാതകത്തിന് ശേഷം സന്തോഷത്തോടെ ഫോണിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനുള്ള മാനസിക നില മറ്റെന്തോ പരിശീലനത്തിന്റെ സൂചനയാണ്. കൊലപാതകം നടത്തിയാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ചിന്ത വ്യാപകമാകുന്നതായും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. സാധാരണ ഒരു കൊലപാതകമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ ആ കൊലയാളി എത്ര വലിയ പരിശീലനം ആ കൊലയാളി കിട്ടിയിരിക്കുന്നത് മനസ്സിലായി. എവിടെയോ കാര്യമായിട്ടുള്ള പരിശീലനം. ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഒരു ദൈവദത്തമായ കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള പരിശീലനം ഇവർക്ക് ലഭിക്കുന്നുള്ള സംശയം വളരെയധികം ഉണ്ട്. അതുകൊണ്ട് നമ്മളെ കേരളത്തിന് മുമ്പ് അനുഭവങ്ങളുണ്ട്. കൊലപാതകം നടത്തിയാൽ, ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവാം എന്നുള്ള ഒരു ട്രെയിനിങ് എവിടെയോ കിട്ടുന്നുണ്ട് ആൾക്കാർ. ഞാനിത് ഒരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഈ ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം നോക്കുമ്പോൾ ആ നിലയിലുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. അത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത പോലീസിനുണ്ട്. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് പതാക ഉയരും. 486 പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റം എങ്ങനെ വേണമെന്ന് വ്യക്തമാക്കുന്ന രേഖയും സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. CPMന് അതിശക്തമായ സംഘടനാ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ശൂരനാട് കലാപത്തിന്റെ നാട് സമര പാരമ്പര്യത്തിലും പിന്നിലല്ല. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പാർട്ടി പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്തും ദേശീയതലത്തിലുമുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. വിമർശനവും സ്വയം വിമർശനവും അടങ്ങിയ റിപ്പോർട്ടിൽ 2 ദിവസം വിശദ ചർച്ച നടക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും തെറ്റുതിരുത്തൽ നടപടികളും എവിടം വരെയായി എന്ന പരിശോധനയും പ്രധാനമാണ്.
സംഘടനാ ചർച്ചകൾക്കപ്പുറം സംസ്ഥാന വികസനം ചർച്ച ചെയ്യുന്ന പ്രത്യേക രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. ഭൂസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം, അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരിക. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് CPM സർക്കാരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണയും വികസന രേഖ ഇത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. ഭരണം തുടരാൻ വേണ്ട നയപരവും രാഷ്ട്രീയവുമായ നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയരും. സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരുമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾക്ക് വഴിയൊരുങ്ങും. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. CPMലെ പ്രായപരിധി മാനദണ്ഡത്തിലും ടേം വ്യവസ്ഥയിലും തീരുമാനം സാഹചര്യത്തിനനുസരിച്ചാവുമെന്ന് EP ജയരാജൻ. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി എന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. കൂടുതൽ യുവതി-യുവാക്കൾ നേതൃരംഗത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് കൂടി പരിഗണന നൽകുന്നതാണ് CPM നയമെന്നും ജയരാജൻ. ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 2 തവണ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുന്നതായി വത്തിക്കാൻ അറിയിച്ചു. കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത്. 17 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കൂട്ടിയ ട്രംപിന്റെ നടപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ചൈന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച ഉയർന്ന ഇറക്കുമതി തീരുവ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. അമേരിക്കയും ചൈനയും നേർക്കുനേർ പോരിലേക്ക്. ആയുധം വച്ചല്ല, ഇറക്കുമതി തീരുവ വച്ചാണ് കളി. ട്രംപ് തുടങ്ങിവെച്ച കളിയിൽ അതേ കാർഡ് ഇറക്കിയാണ് ചൈനയുടെ മറുപടി. ലോകസമ്പത്തിന്റെ 43% കൈകാര്യം ചെയ്യുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യപ്പോര് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം. ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ന് പ്രാബല്യത്തിലായി. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 10% നിന്ന് 20%-ആയാണ് അമേരിക്ക കൂട്ടിയത്. ചർച്ചയ്ക്കും പ്രതികാര നടപടിക്കും തയ്യാറാണെന്ന് ബീജിംഗ് നേരത്തെ വ്യക്തമാക്കിയെങ്കിലും ട്രംപ് പിന്മാറിയില്ല. ഇതോടെയാണ് ഇന്ന് ചൈന തിരിച്ചടിച്ചത്. ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന 15% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു. സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മറ്റുൽപ്പന്നങ്ങൾക്ക് 10% തീരുവ പ്രഖ്യാപിച്ചു. മാർച്ച് 10 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഒപ്പം 10 അമേരിക്കൻ കമ്പനികളെ ചൈന വിശ്വസനീയമല്ലാത്ത കമ്പനികളുടെ പട്ടികയിൽപ്പെടുത്തി. കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ 15 അമേരിക്കൻ കമ്പനികളെയും ഉൾപ്പെടുത്തി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച 25% ഇറക്കുമതി തീരുവയും പ്രാബല്യത്തിലായി. US ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവ ചുമത്തുമെന്ന് കാനഡയും തിരിച്ചടിച്ചു. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാവുമെന്ന സൂചനയാണ് കാനഡയും നൽകുന്നത്. ഇതിനിടെ തീരുവപ്പോരിൽ നഷ്ടം വരുന്ന അമേരിക്കൻ കമ്പനികളും ട്രംപിന്റെ തീരുമാനത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് സെമി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം അല്പസമയത്തിനകം തുടങ്ങും. കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലേറ്റ തോൽവിക്ക് പകരം വീട്ടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.